إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله كما قال الله عز وجل أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ألا بذكر الله تطمئن القلوب وقال الله جل جلاله أقم الصلاة لذكري اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിതത്തിനുടനീളം തഖ്വ കൈവരിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന സന്ദേശമാണ് നമ്മുടെ മതമായ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നമ്മൾ മനസ്സിലാക്കി. പള്ളി നിർമ്മിക്കുന്നതിൻ്റെ കാരണമായി അള്ളാഹു പറഞ്ഞത് വഅന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, ആ പള്ളികളിൽ അള്ളാഹുവെ കൂടാതെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നാണ്. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള മഹത്തായ സന്ദേശമാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ഒരു മുസ്ലിം അവൻ നിർവഹിക്കുന്നതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ആരാധനയാണ് അസ്സലാഹ്, നിസ്കാരം എന്നുള്ളത്. എന്താണ് നിസ്കാരം? പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് കാണാം. അസ്സലാഹ് ഹിയ സില, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സിലത്താണ്, ബന്ധം സ്ഥാപിക്കലാണ്. ദുനിയാവിൻ്റെ മറ്റ് എല്ലാ ബന്ധങ്ങളെയും മുറിച്ച് ഒരല്പനേരം റബ്ബുമായി ഹൃദയത്തെ ബന്ധിപ്പിക്കുന്നതിനാണ് നിസ്കാരം എന്ന് പറയുന്നത്. വല്ലാത്തൊരു മുഹൂർത്തമാണ് റബ്ബുമായി തനിച്ചാകുന്ന
റബ്ബുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്ന വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ സമാധാനവും സുരക്ഷിതത്വവും ലഭിക്കുന്ന ഒരു മുഹൂർത്തമാണ് നിസ്കാരം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅദ്ദിനായ ബിലാലിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയാറുള്ള വാക്ക് നമുക്കറിയാം. യാ ബിലാൽ അഖിമിസ്സലാ, ഇഖാമത്ത് വിളിക്ക് ബിലാലെ, അരിഹ്നാ ബിഹാ, ആ നിസ്കാരം കൊണ്ട് സമാധാനം കൊണ്ട റാഹത്ത് കൊണ്ട ബിലാലെ എന്നാണ്. ബിലാലിനെ വിളിച്ച് പറയാണ് അഖിമിസ്സലാ അരിഹ്നാ ബിഹാ, റാഹത്ത് കൊണ്ട, ഇഖാമത്ത് കൊടുക്ക്, റാഹത്ത് കൊണ്ട എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നത്. കാരണം അള്ളാഹുവിനെ ഓർക്കുമ്പോഴാണ് ഒരു മനുഷ്യന് റാഹത്ത് ലഭിക്കുന്നത്. അല്ല, ദുനിയാവിൽ ഒരുപാട് ആളുകൾ പല സങ്കടങ്ങളും വ്യാകുലതകളും വെച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ബാങ്കിൽ കോടികൾ ഉണ്ടായേക്കാം, പക്ഷേ രാത്രി കിടന്നുറങ്ങുന്നത് ഉറക്ക് ഗുളിക കഴിച്ചിട്ടായിരിക്കാം. ടെൻഷന് കൊണ്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെയുള്ള എത്ര മനുഷ്യന്മാർ. അതല്ലെങ്കിൽ പല നിലക്കുമുള്ള ടെൻഷനുകൾ വെച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ. അവർക്കുള്ള പരിഹാരമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണേ അള്ളാഹുവിൻ്റെ ദിക്റിലാണ് ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ലഭിക്കുന്നത് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അങ്ങനെയുള്ള അള്ളാഹുവിനെ ഓർക്കുന്ന ഏറ്റവും മഹത്തരമായ ആരാധനയാണ് നിസ്കാരം എന്നുള്ളത്. അഖിമിസ്സലാത ലിദിക്രി, മൂസാ നബിയോട് പറഞ്ഞ വാക്കാണത്. മൂസ, എൻ്റെ സ്മരണക്കായി നീ നിസ്കാരം നിർവഹിക്കണം. അപ്പോൾ നോക്കൂ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറഞ്ഞത് അഖിമിസ്സലാ വഅരിഹ്നാ ബിഹാ, അതുകൊണ്ട് നീ ഇഖാമത്ത് കൊടുക്കുകയും ആ നിസ്കാരം കൊണ്ട് സമാധാനവും റാഹത്തും കൊണ്ട ബിലാലെ എന്നായിരുന്നു. യഥാർത്ഥത്തിൽ നമസ്കരിക്കുന്ന വ്യക്തിക്ക് എന്തെന്നില്ലാത്ത സമാധാനവും സുരക്ഷിതത്വവുമാണ് അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ആ സമാധാനം ലഭിക്കുന്നത്? ഒരു നമസ്കരിക്കുന്ന മുഅ്മിനിന് എപ്പോഴാണ് ആ സമാധാനവും സുരക്ഷിതത്വവും ലഭിക്കുന്നത്? അത് യഥാർത്ഥത്തിൽ ആ നിസ്കരിക്കുന്ന മുഅ്മിൻ അവൻ്റെ ഹൃദയം റബ്ബിലേക്ക് ബന്ധിപ്പിക്കുമ്പോഴാണ്. അവൻ്റെ ഹൃദയം റബ്ബിൻ്റെ മുമ്പിൽ മുഴുവനായും കീഴ്പ്പെട്ടാൽ മാത്രമാണ് ആ രീതിയിലുള്ള സമാധാനവും റാഹത്തും അവന് ലഭിക്കുകയുള്ളൂ. അള്ളാഹു പറഞ്ഞില്ല ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഏത് വിശ്വാസികൾ? അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, അവരുടെ ഹൃദയങ്ങളിൽ, അതല്ലെങ്കിൽ അവർ ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുന്നവരാണ്. ആ ഭയഭക്തിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഭയഭക്തിയുള്ള നിസ്കാരമുണ്ടോ എങ്കിൽ അതിനോളം ദുനിയാവിൽ വേറെ ഒന്നുമില്ല. എത്ര കോടികൾ ഉണ്ടായിട്ടും കാര്യമില്ല. ഭയഭക്തിയുള്ള നിസ്കാരം ഒരാളുടെ കൈകളിലുണ്ടോ എങ്കിൽ അവനാണ് സമാധാനവും വിജയവും സുരക്ഷിതത്വവും ലഭിക്കുന്നത് എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഖുശൂ ഉള്ള നിസ്കാരം നമ്മൾ നേടിയെടുക്കേണ്ടത്? നമ്മുടെ നിസ്കാരം ഖുശൂ ഉള്ളതാക്കി മാറ്റേണ്ടത് എങ്ങനെയാണ്? ആ റബ്ബിനെ, നമ്മുടെ ഹൃദയം റബ്ബുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു കൊണ്ടുള്ളൊരു നിസ്കാരം എങ്ങനെ കൈവരിക്കാം? അതിന് നമ്മൾ ആ നിസ്കാരത്തിന് ഒരൽപ്പം ഗൗരവം കാണിക്കണം. നിസ്കാരം എന്നുള്ളത് ഒരു അതുല്യമായ മുഹൂർത്തമാണ്. ലോകങ്ങളുടെ രക്ഷിതാവായ റബ്ബിൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് അവനോടുള്ള ഒരു സംഭാഷണമാണ് യഥാർത്ഥത്തിൽ നിസ്കാരം. അതിന് അതിൻ്റേതായ ഗൗരവം നമ്മൾ കാണിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മൾക്ക് ആ ഭയഭക്തി നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് ഗൗരവം കാണിച്ചതുപോലെ നമ്മളും ആ രീതിയിൽ നിസ്കരിക്കുകയും ആ ഗൗരവം കാണിക്കുകയും ചെയ്താൽ നമ്മൾക്കും ആ നിലയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതെങ്ങനെയാണ്? ഒരു വിശ്വാസി നിസ്കാരത്തിന് ഗൗരവം കാണിച്ചാൽ
അതിൻ്റെ മുമ്പ് തന്നെ അവൻ തുടങ്ങിയിരിക്കും, അല്ലേ? ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ അവനിൽ പല മാറ്റങ്ങളും ഉണ്ടായി തുടങ്ങും എന്നുള്ളതാണ്. ഒരു വിശ്വാസിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ അവനിൽ ഉണ്ടായി തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് ഇദാ സമിഅ നിദാഅ അല്ലെങ്കിൽ ഇദാ സമിഅ അൽ അദാന വസബ. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാടി എഴുന്നേറ്റിരുന്നു എന്നാണ്. ദുനിയാവിൻ്റെ എന്ന് വെച്ചാൽ അതിനെ വിശദീകരിച്ചത് ദുനിയാവിൻ്റെ മറ്റ് എല്ലാ തിരക്കിൽ നിന്നും മാറി നിന്ന് വുളു എടുത്ത് പള്ളിയിലേക്ക് പോയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം എന്താണ്? നോക്കൂ സഹോദരങ്ങളെ, നമ്മളുടെ നിസ്കാരം നന്നാക്കാൻ നമ്മളൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ആസ്വദിച്ച് ഏറ്റവും സുന്ദരമായി നിസ്കരിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതിൽ ഒന്നാമത്തേത് ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം ആ ബാങ്കിൽ പറഞ്ഞത് എന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എല്ലാത്തിനേക്കാളും വലിയവൻ. ദുനിയാവിൻ്റെ മറ്റ് എല്ലാ കാര്യങ്ങളെക്കാളും എല്ലാ തിരക്കിനേക്കാളും എനിക്കെല്ലാത്തിനേക്കാളും വലിയത് എൻ്റെ റബ്ബാണ്. ആ റബ്ബ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹയ്യാ അലസ്സലാ, പള്ളിയിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ. ഹയ്യാ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് റബ്ബ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഞാൻ എൻ്റെ ജോലിയിൽ തന്നെ തുടർന്നു പോകും? അപ്പോൾ നിസ്കാരത്തിലേക്ക് പോകാൻ സാധിക്കുന്നവർ എന്ത് ചെയ്യും? അവർ അതൊക്കെ ഒഴിവാക്കി ബാങ്കിന് ഉത്തരം നൽകുകയും ആ ബാങ്കിന് ജവാബ് പറഞ്ഞ് പള്ളിയിലേക്കുള്ള ഒരുക്കം തുടങ്ങും എന്നാണ്. മാത്രമല്ല പിന്നീട് എന്ത് ചെയ്യും? ശേഷം വുളു എടുക്കും. ഒരു വിശ്വാസി പിന്നീട് വുളു എടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവയവങ്ങൾ മാത്രമല്ല ശുദ്ധീകരിക്കുന്നത്. ഒരു വിശ്വാസി വുളു എടുക്കുമ്പോൾ അവൻ്റെ ശരീരം മാത്രമല്ല ശുദ്ധിയാകുന്നത്, മറിച്ചോ അവൻ്റെ മനസ്സും പാകപ്പെടുകയാണ്. കാരണം അവൻ റബ്ബിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവൻ്റെ വുളൂയിലൂടെ തന്നെ ഒരുപാട് പാപങ്ങൾ ഇറങ്ങിപ്പോകുമെന്നാണ്. ഇദാ തവദ്ദഅ അർ-റജുലു ഫഅഹ്സന വുദൂഅഹു, ഒരു വ്യക്തി നന്നായി വുളു എടുത്തു കഴിഞ്ഞാൽ ഖറജത് ഖതായാഉ മിൻ ജസദിഹി, അവൻ്റെ ശരീരത്തിൽ നിന്നിങ്ങനെ പാപങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുമെന്നാണ്. പാപങ്ങൾ ഇങ്ങനെ പുറത്തു പോകും. ഹത്താ തഖ്റുജ തഹ്ത അദ്ഫാരിഹി, അവൻ്റെ നഖങ്ങൾക്കിടയിലൂടെ വരെ പാപങ്ങൾ ഇറങ്ങിപ്പോകുമെന്നാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അള്ളാഹു നൽകുന്ന ഓഫറാണിത്. ഹൃദയവും ശരീരവും എല്ലാം ഒരുപോലെ ശുദ്ധീകരിച്ച് റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുവാനുള്ള ഒരു അവസരം നമുക്ക് നൽകുകയാണ്. ഇതൊക്കെ ചിന്തിച്ച് വേണം ഒരു വിശ്വാസി നിസ്കാരത്തിലേക്ക് വരാൻ. അപ്പോൾ ശരീരം ശുദ്ധിയാകുന്നു, അതോടൊപ്പം അവൻ്റെ മനസ്സും നല്ല രീതിയിൽ ശുദ്ധമായി അവൻ മുന്നോട്ട് വരികയാണ്. എന്നിട്ടോ വുളൂഇന് ശേഷം അവൻ ശ്രദ്ധയോടുകൂടി ആ ദുആ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ദുആ, ദിക്റും ദുആയും അവൻ ചൊല്ലുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ. ഈ ദുആ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫുതിഹത് അബ്വാബുൽ ജന്നതി, അവന് സ്വർഗത്തിലെ 8 കവാടങ്ങളും തുറക്കപ്പെടുമെന്നാണ്. യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ, അവൻ ഉദ്ദേശിക്കുന്ന വാതിലുകളിലൂടെ അവൻക്ക് പ്രവേശിക്കാമെന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താ അതിനർത്ഥം? ഒരു വിശ്വാസി ബാങ്കൊക്കെ കേട്ട് അതിന് ജവാബ് പറഞ്ഞ് പള്ളിയിലേക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണമെന്ന ബോധത്തോടുകൂടി അവൻ വുളുവെടുത്ത് ഈ ദുആ ദിക്ർ പറഞ്ഞതിന് ശേഷം അവനൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ്. സ്വർഗത്തിൻ്റെ 8 വാതിലുകളിലൂടെയും കടക്കാനുള്ള അർഹത ആ മനുഷ്യൻ നേടിയെടുക്കുകയാണ്. കണ്ടോ, വല്ലാത്തൊരു അനുഭവമാണിത്. ഇതൊക്കെ ആരാണ് ചെയ്യാത്തത്? വളരെ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ്. ഈ ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ഇതൊക്കെയും ചെയ്യേണ്ടത്. നിസ്സാരമായ കാര്യമാണ്, പക്ഷെ വലിയ പ്രതിഫലനങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശേഷമോ അദ്ദേഹം ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്നു. പള്ളിയുടെ മര്യാദകൾ നമ്മൾ പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയതായിരുന്നു. യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. അള്ളാഹ് പറഞ്ഞതാണ്, മനുഷ്യരെ എല്ലാ നിസ്കാര സന്ദർഭങ്ങളിലും ഏറ്റവും നല്ല വസ്ത്രധാരണ നിങ്ങൾ സ്വീകരിക്കുകയും വേണം.
അല്ലെ ഭംഗിയും വൃത്തിയുമുള്ള വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് വരികയാണ്. ദുർഗന്ധങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ ബിഹിൽ ബനൂ ആദം. മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും മലായികത്തുകൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. പള്ളിയിൽ ഹാളിറായിട്ടുള്ള മലായികത്തുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ദുർഗന്ധം, മോശമായ കാര്യങ്ങളെല്ലാം അവൻ മാറ്റിവെക്കും. ഏറ്റവും നല്ല വസ്ത്രം സ്വീകരിച്ച് സുഗന്ധമൊക്കെ പൂശി അവൻ പള്ളിയിലേക്ക് വരും. എന്നിട്ടോ ഇഖാമത്ത് കേൾക്കുമ്പോൾ, പള്ളിയിലേക്ക് വരുമ്പോൾ ഇഖാമത്ത് കേട്ടാൽ തന്നെ അവൻ ഓടുകയില്ല. വളരെ സക്കീനത്തോടുകൂടി വഖാറോടുകൂടി വരാനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അലൈക്കും ബിസ്സകീന അലൈക്കുമുസ് സകീനത വൽ വഖാർ. വളരെ ഭയത്തോടുകൂടിയും ഗാംഭീര്യത്തോടുകൂടിയുമാണ് നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരേണ്ടത്. ഓടിച്ചാടി വരികയല്ല വേണ്ടത്. കിതച്ച് ആ രീതിയിൽ ഒരു ശ്രദ്ധയൊന്നുമില്ലാത്ത രീതിയിലല്ല നിസ്കാരത്തിൽ വന്ന് നിൽക്കേണ്ടത്. മറിച്ച് വളരെ ഗാംഭീര്യത്തോടുകൂടി ആ നിലക്ക് വന്ന് നിൽക്കണം എന്നുള്ളതാണ്. അതേപോലെ ശേഷം അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള മസ്ജിദിലേക്ക് കയറുമ്പോൾ അവൻ പ്രാർത്ഥന ചൊല്ലുകയാണ്. വലത് കാലൊക്കെ വെച്ച് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് അവൻ കയറുന്നത്. അല്ലാഹു മഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. അള്ളാഹുവേ, നിന്റെ കാരുണ്യത്തിൻ്റെ മുഴുവൻ വാതിലുകളും നീ എനിക്ക് തുറന്നു തരണേ റബ്ബേ. അങ്ങനെ പ്രാർത്ഥിച്ച് കാരുണ്യമൊക്കെ ചോദിച്ച് വലത് കാല് വെച്ച് അവൻ പള്ളിയിലേക്ക് കയറുകയാണ്. നിസ്കാരം തുടങ്ങുകയാണ്. തുടങ്ങിയാൽ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയാൽ അവൻ പിന്നെ തക്ബീറത്തുൽ ഇഹ്റാമിലാണ്. അവൻ ഇഹ്റാമിൽ പ്രവേശിച്ചു എന്നാണ്. അവൻ പിന്നെ ഇഹ്റാമിലാണ്. അവൻ എന്താ പ്രഖ്യാപിക്കുന്നത്? അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ദുനിയാവിൻ്റെ ഞാൻ എൻ്റെ എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞിരിക്കുന്നു. ഞാനിനി ഭക്ഷണം കഴിക്കുകയില്ല, വെള്ളം കുടിക്കുകയില്ല. എന്നോട് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ ഞാൻ അവന് മറുപടി കൊടുക്കുകയില്ല. ഞാൻ അങ്ങോട്ട് ആരോടും സംസാരിക്കുകയുമില്ല. എൻ്റെ നോട്ടം ഇനി സുജൂദിലേക്ക് മാത്രമായിരിക്കും. സലാം വീട്ടുന്നത് വരെ അല്ലേ, ഞാൻ എൻ്റെ റബ്ബുമായിട്ടുള്ള മുനാജാത്തിലാണ്, ഞാൻ എൻ്റെ റബ്ബുമായിട്ടുള്ള സംഭാഷണത്തിലാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ആ നിലക്ക് കൈകെട്ടുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടി അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി സൈനുൽ ആബിദീൻ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം വുളൂ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖഭാവം ആകെ മാറുമെന്നാണ്. ആകെ വല്ലാത്തൊരു മുഖമായി അദ്ദേഹത്തിൻ്റെത് മാറും. ആളുകൾ ചോദിക്കും, എന്താ മഹാനവറുകളെ, വുളൂ എടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയല്ലല്ലോ നിങ്ങളുടേത്, എന്താ എല്ലാ പ്രാവശ്യവും വുളൂ എടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു മുഖമൊക്കെ ആകെ മാറുകയാണല്ലോ എന്നാണ്. അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, അലാ തദ്റൂന ബൈന യദൈ മൻ അഖൂമു വമൻ ഉനാജി. നിങ്ങൾക്കറിയില്ലേ ആരുടെ മുമ്പിൽ വന്നിട്ടാണ് ഞാൻ നിൽക്കേണ്ടത്, ഞാൻ ആരോടാണ് സംഭാഷണം നടത്തേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലേ? അല്ലേ, ദുനിയാവിലൊരു ഗൗരവമുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മൾ എത്ര ഭയത്തോടുകൂടിയും ചിലപ്പോൾ പേടിയോടുകൂടിയും വഖാറോടുകൂടിയുമായിരിക്കും നിൽക്കുക. അതിലേറെ വഖാറോടുകൂടിയാണ് വുളൂ എടുത്തു കഴിഞ്ഞാൽ അലി സൈനുൽ ആബിദീൻ റഹിമഹുല്ലക്ക് ഉണ്ടായിരുന്നത് എന്നാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടതാണ്. വല്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം മാറുമെന്നാണ്. അള്ളാഹു മനസ്സിലാക്കി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണ്. സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൻ്റെ റുക്നാണ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരം തന്നെ ഇല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലേ, ആ ഫാത്തിഹയിൽ എന്താണ് പറയുന്നത്? ഒരു വിശ്വാസി അത് ശ്രദ്ധിച്ച് കേൾക്കും. അതല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി ആ സൂറത്തുൽ ഫാത്തിഹ അവൻ ഓതുമെന്നാണ്. ഓരോ ആയത്ത് ഓതുമ്പോഴും റബ്ബ് അവന് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ റബ്ബ് അവന് മറുപടി കൊടുക്കുകയാണ്. ഹമിദനി റബ്ബി ഹമിദനി അബ്ദി, എൻ്റെ അടിമ എനിക്കിതാ സ്തുതിച്ചിരിക്കുകയാണ്. അർ റഹ്മാനിർ റഹീം എന്നോതുമ്പോൾ, ഓരോ വിശ്വാസിയും ഓതുമ്പോൾ, അബ്ദുള്ള ഓതുമ്പോൾ ഇതാ അബ്ദുള്ള എന്ന് എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുകയാണ്. അർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ മുഹമ്മദ് ഓതിയാൽ അല്ലെ കോടാനക്കോടി മനുഷ്യർ ഇത് ഓതുമ്പോൾ അള്ളാഹു ഓരോ വ്യക്തിയെയും പ്രത്യേകമായി ഹമിദനി അബ്ദി. അർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുകയാണ്. മാലിക് യൗമിദ്ദീൻ,
എന്ന് പറയുമ്പോൾ എൻ്റെ അടിമൈത എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ടോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അള്ളാഹ് പറയാണ് ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് എൻ്റെയും എൻ്റെ അടിമയും തമ്മിലുള്ള തൗഹീദിൻ്റെ കരാറാണ് എന്ന് അള്ളാഹു പറയുകയാണ്. എന്നിട്ട് പറയാണ് വലി അബ്ദി മാ സഅല, എൻ്റെ അടിമ ഇനി എന്ത് എന്നോട് ചോദിക്കുന്നുവോ ഞാൻ അവന് കൊടുക്കും, ഞാനത് അവന് നൽകിയിരിക്കും, ഉത്തരം ചെയ്തിരിക്കുമെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് വിശ്വാസി ചോദിക്കുകയാണ്, വളരെ ബോധത്തോടു കൂടി ആയിരിക്കണം നമ്മളുടെ ഈ ഫാത്തിഹ സൂറത്ത് ഓതലും മറ്റുമെല്ലാം. എന്നിട്ട് വിശ്വാസി പറയുന്നത് എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ പാതയിൽ നീ ഞങ്ങളെ വഴി നടത്തണേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല, അതേപോലെ വഴിതെറ്റിയവരുടെ മാർഗത്തിലല്ല എന്നൊക്കെ പ്രാർത്ഥിക്കണം. അള്ളാഹു പറയുന്നു വലി അബ്ദി മാ സഅല, അള്ളാഹ് എൻ്റെ അടിമ ചോദിക്കുന്നവന് അവൻ എന്തെന്നാണോ ചോദിക്കുന്നത് അവനത് ഞാൻ നൽകിയിരിക്കുമെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. ആമീൻ, ഉത്തരം നൽകണേ അല്ലാ എന്ന് വിശ്വാസി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് യഥാർത്ഥത്തിൽ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിസ്കാരത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? ഓരോ കാര്യത്തിനും അള്ളാഹു മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിലക്ക് വളരെ ബോധ്യത്തോടു കൂടി ആയിരിക്കണം നമ്മളുടെ നിസ്കാരം. എങ്കിൽ ആ സമാധാനവും റാഹത്തും എന്തെന്നില്ലാത്തൊരു അനുഭൂതി നമുക്ക് നിസ്കാരത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനുശേഷമോ സൂറത്തേക്ക് ഓതിയതിനു ശേഷം അടുത്തൊരു റുക്കിനിലേക്ക് കടക്കുകയാണ്. ഏതാണ്? റുക്കൂഇലേക്ക്. റബ്ബിൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുകയാണ്, അല്ലേ? ഒരു വിശ്വാസി റബ്ബിൻ്റെ മുന്നിലല്ലാതെ ഒരാളുടെ മുമ്പിലും തലകുനിക്കുകയില്ല. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഅള്ളിമു ഫീഹി റബ്ബ, നിങ്ങൾ റുക്കൂഇൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആ റുക്കൂഇൽ നമ്മൾ പറയുന്നു സുബ്ഹാന റബ്ബിയൽ അദീം, മഹത്വമേറിയ എൻ്റെ റബ്ബ് എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്, പരിശുദ്ധനാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, അല്ലേ? ആ വാഴ്ത്തലിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ ശേഷം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് നമ്മൾ പറയുകയാണ്. സ്തുതിക്കുന്നവൻ്റെ സ്തുതികീർത്തനങ്ങൾ അള്ളാഹു കേട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? വീണ്ടും അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം വീണ്ടും റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ മഅ്മൂം റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് പറയാണ് ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗലൽ മലായികതി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയുന്നത് നമ്മൾ ഒരൽപ്പം ബോധ്യത്തോടു കൂടി ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരുടെയെങ്കിലും ഈ വാക്ക് മലായിക്കത്തുകളുടെ വാക്കിനോട് ഒരുപോലെ ആയി വന്നാൽ, ഒരുമിച്ച് വന്നാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞു പോയ എല്ലാ ചെറുപാപങ്ങളും പുറത്തു കൊടുക്കപ്പെടും എന്നാണ്. ആമീൻ എന്ന് പറയുമ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, എന്താ അടുത്തൊരു കാര്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ എഴുത്തിദാലിലാണ് ഉള്ളത്. എഴുത്തിദാലിന് ശേഷം ഇനി അതിലേറെ പ്രധാനപ്പെട്ട ഒരു റുക്നിലേക്കാണ് കിടക്കുന്നത് വിശ്വാസി. അതുകൊണ്ട് അവൻ്റെ പാപങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഓഫറുകളൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്നത്. അപ്പോൾ അടുത്ത് അത് കഴിഞ്ഞാൽ, ഇഅ്തിദാൽ കഴിഞ്ഞതിന് ശേഷം വിശ്വാസി സുജൂദിലേക്കാണ് പിന്നീട് പോകുന്നത്. എന്താ സുജൂദ് എന്ന് പറഞ്ഞാൽ? വസ്ജുദ് വഖ്തരിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൽപ്പിച്ചതാണ് നിസ്കരിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക എന്നാണ്, അല്ലേ? ഒരു മനുഷ്യൻ അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണ്. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരു അടിമ ഏറ്റവും അടുക്കുന്നത് സുജൂദിലായിരിക്കുമ്പോഴാണ്. ഫഅക്തിറു ദുആ ഫീഹി. അതുകൊണ്ട് സുജൂദിൽ ധാരാളമായി നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആ സുജൂദിൽ എന്താ ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത്? സുബ്ഹാന റബ്ബിയൽ അഅല, അത്യുന്നതനായ എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്, എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണവൻ എന്ന് വാഴ്ത്തുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് ആവശ്യമുള്ളതെല്ലാം പ്രാർത്ഥിച്ച് തശഹുദിലേക്ക്, അവസാനത്തെ തശഹുദിലേക്ക് കടക്കുകയാണ്. അവിടെ വീണ്ടും തൗഹീദിൻ്റെ കലിമത്ത് ഉറപ്പിക്കുകയാണ്. തൗഹീദ് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് വിശ്വാസി, അല്ലേ? ഷഹാദത്ത് കലിമയൊക്കെ വീണ്ടും ചൊല്ലുന്നു. ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം നേരുന്നു. വീണ്ടും പിന്നീട് സർവ്വ സ്വാലിഹീങ്ങൾക്കും സലാം നേരുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രത്യേകമായി ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുന്നു. പിന്നീട് നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും അതുപോലെ തന്നെ എല്ലാവിധ ഫിത്നകളിൽ നിന്നും, ദുനിയാവിൻ്റെ ഫിത്നകളിൽ നിന്നും, മസീഹ് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നുമെല്ലാം രക്ഷ ചോദിച്ചതിന് ശേഷം
എല്ലാം തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം വലത്തും ഇടത്തും നോക്കി സലാം പറയുന്നു. അവിടെയുള്ള മനുഷ്യന്മാർക്കും അതേപോലെ ഹാളിറായിട്ടുള്ള മലായിക്കത്തുകൾക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് സലാം വിട്ടുന്നു. അങ്ങനെ ആ അതുല്യമായ ഇബാദത്തിൽ നിന്ന് വിശ്വാസി വിരമിക്കുകയാണ് ചെയ്യുന്നത്. ആ നിലക്ക് ശരീരം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഹൃദയം കൊണ്ടും എല്ലാ നിലക്കും അള്ളാഹുവിനെ നമ്മൾ സമർപ്പിച്ച് ആ അർത്ഥത്തിൽ നമ്മൾ നിസ്കരിക്കുകയാണ് എങ്കിൽ ആ ഒരു യാത്രയുടെ പേരാണ് യഥാർത്ഥത്തിൽ നിസ്കാരം എന്നുള്ളത്. അസ്സലാഹ്, റബ്ബുമായിട്ടുള്ള ഒരു കണക്ഷൻ, റബ്ബുമായിട്ടുള്ള ഒരു ആത്മബന്ധം, അതാണ് അസ്സലാഹ് എന്നുള്ളത്. അപ്പോൾ ആ അത്ഭുതകരമായ ബന്ധം അത് നമ്മൾ നേടിയെടുക്കണം. ഈ നിലക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒരൽപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നിലക്ക് ഏറ്റവും സുന്ദരമായി ആ റാഹത്തോടുകൂടി ആസ്വദിച്ച് നമുക്ക് നിസ്കരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ 5 വക്തും ജമാഅത്തായി കൊണ്ട് തന്നെ ഈ നിസ്കാരങ്ങൾ പുരുഷന്മാർ ജമാഅത്തായി കൊണ്ട് തന്നെ നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും വേണം. അള്ളാഹു എല്ലാം നമുക്ക് അതിനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബ് സുബ്ഹാനഹു വതആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല ആ നിലക്ക് ദീന് പഠിച്ച് മനസ്സിലാക്കി തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയും അതിൻ്റെ മഹത്വവും പുരുഷന്മാർക്ക് നിർബന്ധമായും 5 വക്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ജുമാഅയുടെ കാര്യം അതിലേറെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ സ്ത്രീകൾക്ക് 5 വക്ത് നിസ്കാരം പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ നിർബന്ധമാണോ? ഇല്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് സ്ത്രീ പള്ളി പ്രവേശനം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ദീന് പഠിക്കേണ്ടത് സോഷ്യൽ മീഡിയകളിൽ നിന്നല്ല, മറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബത്ത് എങ്ങനെ പഠിപ്പിച്ചു എന്ന് നോക്കിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് വളരെ ശക്തമായി തന്നെ തടഞ്ഞിരുന്നു. എന്നാൽ വിശ്വാസികളായ ആളുകൾ, അഹ്ലുസുന്നയുടെ യഥാർത്ഥ മൻഹജിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ തെളിവുകൾ നിരത്തി അവർക്ക് ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. ഇതിൽ വളരെ വ്യക്തമായിട്ടുള്ള വിഷയമാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദസ്തഅദനത് അഹദകും ഇംറഅതുഹു ഇലൽ മസ്ജിദി ഫലാ യംനഅഹാ. ആരെങ്കിലും, ഏതെങ്കിലും ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനോട് പള്ളിയിലേക്ക് പോകാനുള്ള പെർമിഷൻ ചോദിച്ചാൽ അവളെ തടയരുത് എന്നാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ ബിലാൽ ഇബ്നു അബ്ദില്ലാഹ് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലനംനഅന്നഹ വല്ലാഹി ലനംനഅന്നഹുന്ന അല്ലെങ്കിൽ ലനംനഉൻഹുന്ന, അവരെ തടയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഫഅഖ്ബല അലൈഹി അബ്ദുല്ലാഹ് ഫസബ്ബഹു സബ്ബൻ സയ്യിഅൻ മാ സമിഅതുഹു സബ്ബഹു മിത്ലഹു ഖത്തു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തിൽ ശക്തമായി മോനെ ശകാരിക്കുകയാണ്, ബിലാലിനെ ശകാരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉഖ്ബിറുക അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഖൂലു വല്ലാഹി ലനംനഅഹുന്ന. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ഹദീസ് പറയുകയാണ്, എന്നിട്ട് നീ അതിനെ തടയുന്നു എന്ന് പറയുകയാണോ?
എനിക്ക് എങ്ങനെ സാധിക്കുന്നടാ എന്ന് പറഞ്ഞ് വളരെ ശക്തമായി ശകാരിച്ചു എന്നാണ്. നോക്കൂ, വേറൊരു ഹദീസിൽ, ഇതൊക്കെ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ബാക്കിയുള്ള ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഒരുപാടുണ്ട്. എന്നാൽ ഏറ്റവും പ്രബലമായ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും മാത്രം വന്നത് പറഞ്ഞു എന്ന് മാത്രം. അതേപോലെ സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ, ഇൻകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയുസല്ലി സുബ്ഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കരിക്കും. എന്നിട്ടോ ഫയൻസരിഫു നിസാഉ മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന, സ്ത്രീകളാകട്ടെ അവർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാം മൂടിപ്പുതഞ്ഞ്, അവരുടെ ശരീരമൊക്കെ മൊത്തം മൂടിപ്പുതഞ്ഞ് അവരെന്ത് ചെയ്യും? അവർ വേഗത്തിൽ ഇറങ്ങി വീട്ടിലേക്ക് പോകും. മാ യുറഫ്ന മിനൽ ഗലസ്, ഇരുട്ടുകൊണ്ട് അവരെ ആരും തിരിച്ചറിയുമായിരുന്നില്ല എന്നാണ്. ഇരുട്ടത്ത് പോലും അവർ എന്ത് ചെയ്തിരുന്നു? രാവിലെ സുബഹി നിസ്കാരത്തിനും ഇശാ നിസ്കാരത്തിനുമൊക്കെ അവർ പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായി നിസ്കരിച്ചിരുന്നു എന്നാണ്. ഇത്ര വ്യക്തമായി, പകല് പോലെ വ്യക്തമായ ഒരു വിഷയമാണ്. ഇതിനെ എത്ര ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ നിസ്സാരമായിട്ടാണ് ഇതിനെ എതിർക്കുന്നത്. അതേപോലെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇന്നി ലഅഖൂമു ഇല സ്വലാത്തി, ഞാൻ നിസ്കരിക്കാൻ കൈകെട്ടും, വ അന ഉരീദു അൻ ഉതവ്വില ഫീഹ, നിസ്കാരം ദീർഘിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കും, എനിക്ക് ആഗ്രഹമുണ്ടാവും. ഫഅസ്മഅ ബുകാ അസ്സബിയ്യി, എന്നാൽ എനിക്ക് ബാക്കിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കുകയാണ്, കരച്ചിൽ കേൾക്കുകയാണ്. ഫഅതജവ്വസ ഫീ സ്വലാത്തി, അങ്ങനെ ഞാൻ എൻ്റെ നിസ്കാരം ചുരുക്കും. എന്തിനാണ്? കറാഹത അൻ അശുഖ അലാ ഉമ്മിഹി, ആ കുഞ്ഞിൻ്റെ ഉമ്മയെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാണ്. ഇത്ര വ്യക്തമാണ് സഹോദരങ്ങളെ. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പകല് പോലെ വെളിച്ചമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ സ്ത്രീകൾക്ക് അത് ജായിസാണ്, അവരെ ഒരിക്കലും തടയാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവരെ തടയാൻ പാടില്ല എന്നാണ്. ഇതാരാണ് സ്ത്രീകൾക്ക് തടയുന്നത്? ആരാണ്? ശരിക്ക് അവരുടെ ആരാധന സ്വാതന്ത്ര്യം തടയുകയാണ് ചെയ്യുന്നത്. അവർക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് പറയുമ്പോൾ നമ്മളെ പുരോഗമനവാദികളാക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമാണങ്ങളെയൊക്കെ തോട്ടിലേക്ക് വലിച്ചെറിയുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്നത് ആരാ? ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും സ്ത്രീകളെ പള്ളിയിലേക്കും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും വിളിക്കുന്ന ആളുകളാണ്, അല്ലേ? എത്ര മജ്ലിസുകളുണ്ട്, മജ്ലിസു നൂറ്, അതല്ലെങ്കിൽ എത്ര മജ്ലിസുകളുണ്ട്, ദർഗകളിലേക്ക് വിളിക്കുന്നുണ്ട്, മക്കാമുകളിലേക്ക് വിളിക്കുന്നുണ്ട്, ഉറൂസിലേക്കും മറ്റുമെല്ലാം സ്ത്രീകൾ വരട്ടെ എന്നാണ് പറയുന്നത്. പക്ഷെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി മാത്രം വരാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ പല വാദങ്ങളൊക്കെ മാറി തുടങ്ങി. ജമാഅത്തിന് വരണ്ട എന്നാണ് പറയുന്നത് എന്നാണ്. പള്ളിയിലേക്ക് വരാൻ പ്രശ്നമില്ല, ജമാഅത്ത് നിസ്കാരത്തിനും അതേപോലെ ജുമുഅക്കുമാണ് വരണ്ട എന്ന് പറഞ്ഞത് എന്നാണ്. അങ്ങനെ ഓരോ വാദങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസി ചെയ്യേണ്ടത് പ്രമാണങ്ങളിൽ എന്താണോ വന്നത് അത് അപ്പടി സ്വീകരിക്കുക എന്നുള്ളത്. അവിടെയാണ് നമുക്ക് സുരക്ഷയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനും നിസ്കാരം ഏറ്റവും നന്നായി നിർവഹിക്കുവാനും അല്ലാഹു നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അവൻ്റെ മഹത്തായ ഫളല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് ഇരുലോകത്തും കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജോലികളിലും നമ്മളുടെ കച്ചവടങ്ങളിലും അഭിവൃദ്ധിയും സമൃദ്ധിയും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് ആശ്വാസവും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് വിജയവും ആഹ്ലാദവും ആശ്വാസവും റാഹത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അൻതത് الرحيم آمين 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 برحمتك يا أرحم الراحمين.